അമ്മ തിരികെ വീട്ടിലേക്ക് വരണം. അതാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇത് കേൾക്കുന്ന ഹേമ, ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാ? അവിടെ ഞാൻ വന്നിട്ട് തീർക്കാൻ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തൽക്കാലത്തേക്ക് എവിടേക്കുമില്ല. ഇവിടെ തന്നെ നിൽക്കാനാണ് ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഏയ്, അങ്ങനെയല്ല. കാര്യങ്ങൾ അങ്ങനെ പറയല്ലേ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു തീർക്കാനുണ്ട്. നീ എന്തിനെ പറ്റിയാ ഈ പറയുന്നേ? അവിടെ ഒന്നും തന്നെ ചെയ്തു തീർക്കാനില്ല. ഞാൻ എന്തായാലും നീതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിന് ശേഷമേ ഇവിടെ നിന്ന് വരുന്നുള്ളൂ. അമ്മേ, അതെ, ഞാനത് എടുത്ത തീരുമാനം തന്നെയാണ്. എനിക്ക് അവളെ ഇവിടെ ഉപേക്ഷിച്ച് വരാൻ സാധിക്കുകയില്ല. അതിനുള്ള ഒരു സ്ഥിതി അല്ല ഇവിടെയുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കാര്യമോ? നിങ്ങൾക്കെന്താ പ്രശ്നം? നിങ്ങളെല്ലാവരും വെൽ സെറ്റിൽഡാണ് ഇപ്പോൾ. ഒരു പ്രശ്നവുമില്ല. കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുന്നുമുണ്ട്. പിന്നെ എന്താ? എനിക്ക് നീതയെ ഇവിടെ നിന്ന് ഞാൻ നിങ്ങളുടെ കൂടെ തിരികെ പോകുമ്പോഴേക്കും ബലമുള്ള ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. അതാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഒരാളുണ്ട്. അയാളുടെ കയ്യിലേക്ക് നീതയെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വളരെയധികം സന്തോഷത്തോടെ നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ വന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും അവളുടെ ചിന്തകൾ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നീ ഇനി എതിർപ്പ് പറയാൻ നിൽക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ? എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയതോടെ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ ഹേമയുടെ മകൾ. ഇതേ തുടർന്ന് നീതയെ ചെന്ന് കാണുന്ന ഹേമ, നീതയെ, കുറച്ച് കാര്യങ്ങൾ നിന്നോട് എനിക്ക് സംസാരിക്കാനുണ്ട്. എന്താ ആൻറ്റി? മോളെ, നിനക്ക് ഇനിയും ഒറ്റയ്ക്ക് ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോവുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. എന്താ ആൻറ്റി? ഒരു വിവാഹം. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് നീത. എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട. നീ പറയുന്നത് കേൾക്ക് നീതേ. നിന്നെ ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താ ആൻറ്റി, ഞാൻ ആൻറ്റിക്കൊരു ബാധ്യതയായി മാറിയോ? അതുകൊണ്ടല്ല മോളെ, നീ ഒരാളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം. അതാണ് എൻ്റെയും ആഗ്രഹം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ കാര്യം നിന്നോട് പറയുന്നത്. ഞാനൊരാളെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അയാളെ നിനക്ക് ഇഷ്ടമാണ് എങ്കിൽ വിവാഹത്തിൻ്റെ കാര്യം ആൻറ്റി സംസാരിക്കാം. ആരാ അത്? മനസ്സിലായില്ല? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയാണ്. നിനക്ക് പ്രത്യേകിച്ചും അറിയാം. ഇതോടെ നീത ആകെ ഞെട്ടി നിൽക്കുകയാണ്. ആരായിരിക്കും ആ അയാൾ? ആൻറ്റി ആരാണെന്ന് പറ. മറ്റാരുമല്ല, സൂരജ് തന്നെ. ഇത് കേട്ടതോടെ നീതയുടെ മുഖം വളരെയധികം സന്തോഷം കൊണ്ട് പ്രകടമാവുകയാണ്. ഇതോടെ ഹേമയ്ക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നു. നീതയുടെ മനസ്സിൽ സൂരജ് ഉണ്ട് എന്ന യാഥാർത്ഥ്യം ഇതോടെ പുറത്തു വരികയാണ്. ഒടുവിൽ നീതയ്ക്ക് വേണ്ടി ഞാൻ എന്തായാലും അവനെ പോയി കണ്ട് സംസാരിക്കാം. നിനക്ക് അവനെ ഇഷ്ടമാണെന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ജയയ്ക്കും കൂട്ടർക്കും എതിർപ്പില്ല എങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് ഹേമ പോയതോടെ നീത സ്വപ്നം കണ്ടു തുടങ്ങുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.